അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഹായ് എവരിവൺ. പ്രിയമുള്ളവരെ, നമ്മൾ നമ്മുടെ ക്ലാസ്സിൻ്റെ 58ാമത്തെ അധ്യായത്തിലേക്ക് പ്രവേശിക്കുകയാണ്. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് അവർ ഞങ്ങളെ ചതിക്കുകയായിരുന്നു, നീ ഞങ്ങളെ ചതിക്കുകയായിരുന്നു, അവൻ അത് ചെയ്യുകയായിരുന്നു, അവൾ അവളുടെ കാർ ഡ്രൈവ് ചെയ്യുകയായിരുന്നു എന്നിത്യാദി വാക്കുകളൊക്കെ എങ്ങനെ ഇംഗ്ലീഷിൽ പറയാമെന്നുള്ളതാണ് ഇന്നത്തെ നമ്മുടെ പാഠം. അതിനുവേണ്ടി നമ്മൾ ഉപയോഗിക്കേണ്ട വാക്യഘടന ഫസ്റ്റ് സബ്ജക്റ്റ്. ഏതാണ് സബ്ജക്റ്റ് എങ്കിൽ അതിനെ ചേർത്ത് കൊടുക്കുക. അതിനുശേഷം രണ്ടാമത് നമ്മൾ ചേർത്ത് കൊടുക്കേണ്ടത് വാസ് ഓർ വേർ. വാസ് ഓർ വേർ എന്നുള്ള ഓക്സിലറിയാണ്. അതിനുശേഷം വെർബ് പ്ലസ് ING. കമ്മിങ്, ഗോയിങ്, സ്ലീപ്പിംഗ്, റൈറ്റിംഗ്, ടീച്ചിങ്, ഇതേ മോഡലിലുള്ള ആ ഒരു വെർബ് പ്ലസ് ING യാണ് നമ്മൾ മൂന്നാമതായി ഉപയോഗിക്കേണ്ടത്. പിന്നീട് ആവശ്യാനുസരണം ഏതെങ്കിലും വാക്കുകൾ കൂട്ടിച്ചേർത്ത് നമുക്ക് സെൻറ്റൻസിനെ ദീർഘിപ്പിക്കാവുന്നതാണ്, ആവശ്യാനുസരണം നമുക്ക് പറയാൻ കഴിയുന്നതാണ്. ഇത്രയുമാണ് ഇതിലെ പ്രത്യേകമായി ശ്രദ്ധിക്കേണ്ട ഭാഗം. ഫസ്റ്റ് സബ്ജക്റ്റ്. ഒരു ഉദാഹരണത്തിലേക്ക് പോകാം. ഹി വാസ് ടീച്ചിങ്. ഹി വാസ് ടീച്ചിങ്. ഹി വാസ് ടീച്ചിങ്, അവൻ പഠിപ്പിക്കുകയായിരുന്നു. ഹി എന്ന സബ്ജക്റ്റ് കൊടുത്തു, വാസ് എന്നുള്ള ഓക്സിലറി കൊടുത്തു, ദെൻ ടീച്ചിങ്, ടീച്ച് എന്ന വെർബ് ING കൂടെ ചേർത്ത് ടീച്ചിങ്. ഹി വാസ് ടീച്ചിങ്, അവൻ പഠിപ്പിക്കുകയായിരുന്നു. ഇനി നമുക്ക് ഏത് ഐ ഒഴികെയുള്ള, യു ഒഴികെയുള്ള ഏകവചനങ്ങളും നമ്മൾ പലപ്പോഴും പല വിഷയങ്ങളിലും മാറ്റി നിർത്തിയിരുന്നു എങ്കിൽ ഇവിടെ നമുക്ക് ഐ ഉൾപ്പെടെയുള്ള മറ്റു എല്ലാ ഏകവചനങ്ങളും, യുവിനെ മാത്രമാണ് ഈ വാസ് എന്നതിൽ നിന്ന് ഒഴിച്ചു നിർത്താനുള്ളത്. നമുക്ക് വാസാണ് ചേർത്ത് കൊടുക്കേണ്ടത്. ഉദാഹരണം പറയാം. ഐ വാസ് ഡ്രൈവിംഗ് മൈ കാർ. ഐ ഏകവചനമാണ്. പലപ്പോഴും ഇത്തരം ചില വാക്കുകൾ പറയുമ്പോൾ ഐ എന്നതിനെയും യു എന്നതിനെയും കൂടി ഒഴിച്ചു നിർത്തി ബഹുവചനങ്ങളുടെ കൂട്ടത്തിലാണ് ചേർക്കാറുള്ളത്. പക്ഷേ ഇവിടെ ഐ എന്നതിൻ്റെ കൂടെ ചേരുന്നത് വാസ് എന്ന് തന്നെയാണ്. അപ്പോൾ ഐ വാസ് ഡ്രൈവിംഗ് മൈ കാർ, ഞാൻ എൻ്റെ കാർ ഡ്രൈവ് ചെയ്യുകയായിരുന്നു. അപ്പോൾ യു ഒഴികെയുള്ള മറ്റു എല്ലാ ഏകവചനങ്ങളുടെയും കൂടെ, ഒറ്റ വാക്കിൽ പറയുമ്പോൾ അങ്ങനെ കിട്ടും, യു ഒഴികെയുള്ള മറ്റു എല്ലാ ഏകവചനങ്ങളുടെയും കൂടെ വാസ് എന്ന ഓക്സിലറിയാണ് മധ്യത്തിൽ ചേർക്കേണ്ടത്, ഈ അർത്ഥം കിട്ടുന്നതിന് വേണ്ടി. അപ്പോൾ ബാക്കിയുള്ള ഷീ വാസ്, ദാറ്റ് വാസ്, ഇറ്റ് വാസ്, ട്രെയിൻ വാസ്, ബസ് വാസ് എന്നിങ്ങനെ നമുക്ക് ഇതേ സെൻറ്റൻസ് പറയുമ്പോൾ നമുക്ക് പറയാൻ കഴിയുന്നതാണ്. മൈ ബ്രദർ വാസ് കമ്മിങ് ഫ്രം ഹിസ് റൂം. എൻ്റെ സഹോദരൻ അവൻ്റെ റൂമിൽ നിന്ന് വരികയായിരുന്നു. മൈ സിസ്റ്റർ വാസ് കമ്മിങ് ഫ്രം ഹെർ സ്കൂൾ. എൻ്റെ സഹോദരി അവളുടെ സ്കൂളിൽ നിന്ന് വരികയായിരുന്നു. മൈ സിസ്റ്റർ, അതാണ് സബ്ജക്റ്റ്. വാസ് ആയിരുന്നു, കമ്മിങ് വരികയായിരുന്നു, ഫ്രം ഹെർ സ്കൂൾ അവളുടെ സ്കൂളിൽ നിന്ന് വരികയായിരുന്നു. മൈ സ്റ്റുഡൻറ്റ് വാസ് കമ്മിങ് ഫ്രം ഹെർ ഹൗസ്. എൻ്റെ വിദ്യാർത്ഥിനി അവളുടെ വീട്ടിൽ നിന്ന് വരികയായിരുന്നു. അപ്പോൾ ഇവിടെ നമ്മൾ ഫസ്റ്റ് ചേർത്ത് കൊടുത്തത് സബ്ജക്റ്റാണ്. ദെൻ വാസ് എന്ന ഓക്സിലറി ചേർത്തു, അതിനുശേഷം വെർബ് പ്ലസ് ING ചേർത്തു. അതോടുകൂടെ വാചകം പൂർണ്ണമായി. പിന്നീട് നമുക്ക് ആവശ്യാനുസരണം വാക്കുകളെ ചേർത്ത് കൊടുക്കാം. ഫ്രം ഹെർ സ്കൂൾ, അവളുടെ സ്കൂളിൽ നിന്ന്, ഫ്രം ഹെർ ഓഫീസ്, അവളുടെ ഓഫീസിൽ നിന്ന് എന്നിത്യാദി വാക്കുകളോ ആവശ്യാനുസരണമുള്ള മറ്റു വാക്കുകളൊക്കെ ചേർത്ത് നമുക്ക് അതിൻ്റെ ബാക്കി ഭാഗം പൂരിപ്പിക്കാവുന്നതാണ്. അപ്പോൾ ഇതാണ് നമ്മൾ ഈ ഒരു സെൻറ്റൻസിൽ ശ്രദ്ധിക്കേണ്ടത്. അതുപോലെ തന്നെ മറ്റു ബഹുവചനങ്ങളും യു എന്നതുമൊക്കെ ആണെങ്കിൽ നമുക്ക് എങ്ങനെയാണ് ഇതിൻ്റെ വാക്യം വരിക എന്നുള്ളത് നോക്കാം. അതിന് ഫസ്റ്റ് ദേ കൊടുത്തു. ദേ വേർ ചീറ്റിംഗ് അസ്. അവർ നമ്മെ ചതിക്കുകയായിരുന്നു. ഫസ്റ്റ് ദേ, ദെൻ വേർ എന്നുള്ളതാണ് അവിടെ കൊടുക്കുന്നത്. ദെൻ വെർബ് പ്ലസ് ING, ചീറ്റ് എന്നതിൻ്റെ വെർബ്, അതിൻ്റെ കൂടെ ING ചേർത്തു, ചീറ്റിംഗ്. ദേ വേർ ചീറ്റിംഗ് അസ്, അവർ ഞങ്ങളെ ചതിക്കുകയായിരുന്നു. യു വേർ ചീറ്റിംഗ് അസ്, നീ ഞങ്ങളെ ചതിക്കുകയായിരുന്നു. യു വേർ ചീറ്റിംഗ് മീ, നീ എന്നെ ചതിക്കുകയായിരുന്നു. മിനിസ്റ്റർ വാസ് ഇനാഗുറേറ്റിംഗ് ദാറ്റ് പ്രോഗ്രാം. മന്ത്രി ആ പ്രോഗ്രാം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു. ഇനാഗുറേറ്റ് മുകളിൽ എഴുതിയിട്ടുണ്ട്, അതിൻ്റെ അർത്ഥം ഉദ്ഘാടനം ചെയ്യുക എന്നതാണ്. ആ വെർബിൻ്റെ കൂടെ ING ചേർക്കുമ്പോൾ നമ്മുടെ ഈ ഘടനയിലേക്ക് കൊണ്ടുവരുമ്പോൾ മിനിസ്റ്റർ ഏകവചനമാണ്, അപ്പോൾ വാസ് എന്ന് കൊടുക്കും. മിനിസ്റ്റർ വാസ് ഇനാഗുറേറ്റിംഗ് ദാറ്റ് പ്രോഗ്രാം, മന്ത്രി ആ പ്രോഗ്രാം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു. ഈ അർത്ഥമാണ് നമുക്കവിടെ കിട്ടുന്നത്. ദെൻ
ഒരു ബഹുവചനമായിട്ടാണ് കൊടുക്കുന്നത് എങ്കിൽ മിനിസ്റ്റേഴ്സ് വേർ ഇനാഗുറേറ്റിംഗ് ദോസ് പ്രോഗ്രാംസ്. മന്ത്രിമാർ ആ പരിപാടികൾ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു. മിനിസ്റ്റേഴ്സ് വേർ ഇനാഗുറേറ്റിംഗ് ദോസ് ഷോപ്സ്. ആ കടകൾ, മന്ത്രിമാർ ആ കടകൾ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു എന്നിത്യാദി അർത്ഥങ്ങൾ. അപ്പോൾ നമുക്ക് ബഹുവചനത്തിലും യു എന്നതിലും മധ്യത്തിൽ നമുക്ക് ഈ ആശയം പറയുന്നതിന് വേണ്ടി സബ്ജക്റ്റിന് ശേഷം വേർ എന്നുപയോഗിക്കും, വെർബ് പ്ലസ് ING മൂന്നാമത് ചേർക്കും. അതേ സമയത്ത് ഏകവചനത്തിലും അതുപോലെയുള്ള യു ഒഴികെയുള്ള എല്ലാ ഏകവചനത്തിലും വാസ് എന്ന മധ്യത്തിൽ ചേർക്കുന്നതാണ്. ഷീ വാസ്, ഹി വാസ്, മദർ വാസ്, ബ്രദർ വാസ്, ഫാദർ വാസ് കമ്മിങ്, ഫാദർ വാസ് ടീച്ചിങ്, ഫാദർ വാസ് ഡൂയിങ് ഹിസ് വർക്ക്. ഫാദർ അദ്ദേഹത്തിൻ്റെ ജോലി ചെയ്യുകയായിരുന്നു. വാസ് ഡൂയിങ് എന്ന് പറഞ്ഞാൽ ചെയ്യുകയായിരുന്നു. ഡു എന്നത് ഒരു വർബായി വരുമ്പോൾ ചെയ്യുക എന്നർത്ഥം. അതിൻ്റെ കൂടെ ING ചേർത്താൽ ചെയ്യുകയായിരുന്നു എന്ന് ഈ ഘടനയിൽ നമുക്ക് അർത്ഥം കിട്ടും. ഷി വാസ് ഡൂയിങ് ഹെർ ഹോംവർക്ക്. അവൾ അവളുടെ ഹോംവർക്ക് ചെയ്യുകയായിരുന്നു. അതേസമയം നീ നിൻ്റെ ഹോംവർക്ക് ചെയ്യുകയായിരുന്നു എന്നാണെങ്കിലോ യു എന്നതിൻ്റെ കൂടെ വേറാണ്. യു വേർ ഡൂയിങ് യുവർ ഹോംവർക്ക്. നീ നിൻ്റെ ഹോംവർക്ക് ചെയ്യുകയായിരുന്നു. സഹോദരനും സഹോദരിയും വരികയായിരുന്നു. ബ്രദർ ആൻഡ് സിസ്റ്റർ വേർ കമ്മിങ്. സഹോദരനും സഹോദരിയും അവരുടെ വീട്ടിൽ നിന്ന് വരികയായിരുന്നു. ബ്രദർ ആൻഡ് സിസ്റ്റർ വേർ കമ്മിങ് ഫ്രം ദെയർ ഹൗസ്. സഹോദരനും സഹോദരിയും അവരുടെ വീട്ടിൽ നിന്ന് വരികയായിരുന്നു. അപ്പോൾ ബ്രദർ ആൻഡ് സിസ്റ്റർ എന്ന് ചേർക്കുമ്പോൾ അത് ബഹുവചനമാണ്. അപ്പോൾ അതിന് ശേഷം വേറാണ് ഉപയോഗിക്കേണ്ടത്. ബ്രദർ ആൻഡ് സിസ്റ്റർ വേർ. ഇനി നമുക്ക് വെർബ് പ്ലസ് ING. കമ്മിങ് വരികയായിരുന്നു. ഇൻവൈറ്റിംഗ് ക്ഷണിക്കുകയായിരുന്നു. ബ്രദർ ആൻഡ് സിസ്റ്റർ വേർ ഇൻവൈറ്റിംഗ് മീ. സഹോദരനും സഹോദരിയും എന്നെ ക്ഷണിക്കുകയായിരുന്നു. ഇൻവൈറ്റ് മുകളിൽ എഴുതിയിട്ടുണ്ട് വെർബ്, ക്ഷണിക്കുക എന്നാണ് അർത്ഥം. ഈ ഘടനയിൽ അതിൻ്റെ കൂടെ വെർബ് പ്ലസ് ING ചേരുമ്പോൾ ഇൻവൈറ്റിംഗ് എന്ന് കിട്ടും. ബ്രദർ ആൻഡ് സിസ്റ്റർ വേർ ഇൻവൈറ്റിംഗ് മീ. സഹോദരനും സഹോദരിയും എന്നെ ക്ഷണിക്കുകയായിരുന്നു. അപ്പോൾ ഈ ഒരു അർത്ഥമാണ് നമുക്ക് ഇത്തരത്തിലൂടെ ഈ ഒരു വാക്യഘടനയിലൂടെ കിട്ടുന്നത്. ഇത്തരം ആശയം പ്രതിഫലിപ്പിക്കാൻ ഈ വാക്യഘടന ഇതേപോലെയാണ് നമ്മൾ പ്രയോഗിക്കേണ്ടത്. മറ്റൊരു വെർബ് എന്ന് നമ്മൾ എഴുതിയത് ഇമിറ്റേറ്റ്. ഇമിറ്റേറ്റ് എന്ന് പറഞ്ഞാൽ അനുകരിക്കുക. ചിൽഡ്രൻ വേർ ഇമിറ്റേറ്റിംഗ് ദെയർ പാരൻസ്. ചിൽഡ്രൻ കുട്ടികൾ, വേർ ചിൽഡ്രൻ ബഹുവചനമായതുകൊണ്ട് വേർ ആയിരുന്നു. അപ്പോൾ വാസ് വേറിൻ്റെ അർത്ഥം ആയിരുന്നു എന്നുള്ളതാണ്. ചിൽഡ്രൻ വേർ ഇമിറ്റേറ്റിംഗ് ദെയർ പാരൻസ്. കുട്ടികൾ അവരുടെ രക്ഷിതാക്കളെ അനുകരിക്കുകയായിരുന്നു. ഇനി ഒരു കുട്ടി ആ കുട്ടിയുടെ മാതാപിതാക്കളെ അല്ലെ രക്ഷിതാക്കളെ അനുകരിക്കുകയായിരുന്നു എന്നാണെങ്കിലോ എ ചൈൽഡ് വാസ് ഇമിറ്റേറ്റിംഗ് ഹിസ് പാരൻസ്. എ ചൈൽഡ് വാസ് ഇമിറ്റേറ്റിംഗ് ഹിസ് പാരൻസ്. ഒരു കുട്ടി അവൻ്റെ രക്ഷിതാക്കളെ അനുകരിക്കുകയായിരുന്നു. ഷി വാസ് ഇമിറ്റേറ്റിംഗ് ഹെർ മദർ. അവൾ അവളുടെ ഉമ്മയെ, മാതാവിനെ അനുകരിക്കുകയായിരുന്നു. ഹി വാസ് ഇമിറ്റേറ്റിംഗ് ഹെർ. അവൻ അവളെ അനുകരിക്കുകയായിരുന്നു. ദേ വേർ ഇമിറ്റേറ്റിംഗ്. അവർ അനുകരിക്കുകയായിരുന്നു. ദേ വേർ ഇമിറ്റേറ്റിംഗ് ഹിം. അവർ അവനെ അനുകരിക്കുകയായിരുന്നു. ദേ വേർ ഇമിറ്റേറ്റിംഗ് അസ്. അവർ ഞങ്ങളെ അനുകരിക്കുകയായിരുന്നു. ഇങ്ങനെ നമുക്ക് ഏതെങ്കിലും ആശയങ്ങളൊക്കെ വിപുലപ്പെടുത്തിക്കൊണ്ട് ഈ ഒരു വാക്യഘടനയുടെ അപ്പുറവും ഇപ്പുറവും ഒക്കെ മറ്റു വ്യത്യസ്ത വാക്കുകൾ വെച്ചുകൊണ്ട് നമുക്കിതിൻ്റെ ആശയം, അർത്ഥതലങ്ങൾ വിശാലമാക്കാൻ സാധിക്കുന്നതാണ്. അങ്ങനെ നമുക്ക് ഏതൊരു ആശയം, ഇതനുബന്ധിച്ചുള്ള ഏതൊരാശയവും ഈ ഘടന ഉപയോഗിച്ചുകൊണ്ട് പറയാൻ സാധിക്കുന്നതാണ്. ഇപ്പം നമ്മൾ 58ാമത്തെ ക്ലാസ്സിലാണുള്ളത്. കഴിഞ്ഞ 57 പാഠങ്ങളിലൂടെയും വ്യത്യസ്തങ്ങളായ ഇംഗ്ലീഷ് പ്രയോഗങ്ങളാണ് പഠിച്ചിട്ടുള്ളത്. പഠിച്ചത് അതാത് സ്ഥാനങ്ങളിൽ, അതാത് ആവശ്യമുള്ള ഘട്ടങ്ങളിൽ അത് ഇംഗ്ലീഷിൽ പ്രയോഗിക്കാൻ സാധ്യമാകുന്ന തരത്തിലാണ് ആ പാഠങ്ങൾ ക്രമീകരിച്ചിട്ടുള്ളത്. അതെല്ലാം സ്വായത്തമാക്കി അതെല്ലാം ഓർമ്മയിലുണ്ടായാൽ നമുക്ക് അത്തരം സന്ദർഭങ്ങളിൽ മനോഹരമായ ഇംഗ്ലീഷ് സംസാരിക്കാൻ സാധിക്കുന്നതാണ്. എഴുതേണ്ടി വരുമ്പോൾ മനോഹരമായ ഇംഗ്ലീഷ് അത്തരം സാഹചര്യങ്ങളിൽ എഴുതാനും സാധിക്കുന്നതാണ്. മറ്റു ഉപയോഗത്തിനെല്ലാം നമുക്ക് വളരെയധികം പ്രയോജനപ്പെടുന്നതുമാണ്. അതുകൊണ്ട് ഈ പാഠങ്ങളെല്ലാം നല്ലവണ്ണം കൃത്യമായി സൂക്ഷിക്കുകയും മനസ്സിലാക്കുകയും രേഖപ്പെടുത്തി എഴുതി വെക്കുകയും ചെയ്യുക. മാത്രവുമല്ല പലതവണ പ്രാക്ടീസ് ചെയ്തുകൊണ്ട്
വീണ്ടും വീണ്ടും പ്രാക്ടീസ് ചെയ്തുകൊണ്ട്, എത്ര തവണ പ്രാക്ടീസ് ചെയ്യണമെന്നതിന് നമുക്ക് അളവ് പോലും പറയാൻ കഴിയില്ല. നിങ്ങൾ എത്ര പ്രാക്ടീസ് ചെയ്യുന്നുവോ അത്രയും നിങ്ങൾ ഇംഗ്ലീഷിൽ ഫ്ലുവൻ്റ് ആയിരിക്കും, ഈ പാഠങ്ങളിൽ ഫ്ലുവൻ്റ് ആയിരിക്കും എന്ന് മാത്രമേ പറയാനുള്ളൂ. അതുകൊണ്ട് ഇന്നത്തെ ഈ പാഠം ഇവിടെ അവസാനിപ്പിക്കുകയാണ്.